പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ല എന്ന് പറയുന്നതേ മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, മൃഗങ്ങളുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. തന്റെ ഇണയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ജീവികൾ കാണിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് പോലും നമ്മൾ ഓർത്തു പോകും. ഈ കങ്കാരുക്കള് ഇങ്ങനെ മസിൽ ഫ്ലെക്സ് ചെയ്ത് കാണിക്കുന്നത് തന്നെ ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യുവാനും തങ്ങളുടെ ശരീര വലുപ്പവും കരുത്തും ശക്തിയും കാണിച്ച് തങ്ങളുടെ ഡൊമിനൻസ്, അതായത് ആധിപത്യം കാണിക്കാനൊക്കെയാണ്. ഈ മെയിൽ കങ്കാരുക്കളുടെ ഇടയിൽ തന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടുത്തം ഉണ്ടാകും. അതിൽ ആരാണോ ജയിക്കുന്നത് അവരിലേക്കായിരിക്കും ഫീമെയിൽസ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നത്. സൂപ്പർ ബേർഡ് ഓഫ് പാരഡൈസ് തനിക്ക് ഡാൻസ് കളിക്കാനായിട്ടുള്ള നിലം നല്ല ഭംഗിയിൽ വൃത്തിയാക്കി ഒരുക്കിയ ശേഷം ഉച്ചത്തിൽ കൂവി ഫീമെയിൽസിനെ വിളിച്ചു വരുത്തുന്നു. ശേഷം തന്റെ ചിറകുകൾ വിടർത്തി നല്ല ഭംഗിയിൽ നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഫീമെയിൽ ബേർഡ്സ് കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നൃത്തം ചെയ്യുന്നത് ആരാണ് അവരിലേക്കായിരിക്കും ഫീമെയിൽസ് അട്രാക്റ്റഡ് ആകുന്നത്. ഈ പക്ഷിയുടെ സ്പീഷീസിൽ ഫീമെയിൽസ് വളരെ കുറവായത് കൊണ്ട് തന്നെ മെയിൽസിന്റെ ഇടയിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. വെസ്റ്റേൺ പറോഷി എന്ന പക്ഷിയാണെങ്കിലോ ബലേറിന ഡാൻസ് പോലെയാണ് ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഡാൻസ് കളിക്കുന്നത്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാവോ. ബവർ ബേർഡ് എന്ന പക്ഷി തന്റെ കണ്ണിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു വീടൊരുക്കും. ഏറ്റവും നല്ല കൂടുണ്ടാക്കുന്നത് ആരാണോ ആ ഒരു മെയിൽ ബേർഡിലേക്ക് ഫീമെയിൽ ബേർഡ് അട്രാക്റ്റഡ് ആകുകയും അവർ ഒരുമിച്ച് അവിടെ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ഫ്രിഗറ്റ് ബേർഡ് തങ്ങളുടെ തൊണ്ടയുടെ താഴെയുള്ള ഗുലാബ് പൗച്ച് വീർപ്പിച്ച് പിടിക്കും. ഏറ്റവും നന്നായിട്ട് അത് ആരാണോ ചെയ്യുന്നത് അവരിലേക്ക് ഫീമെയിൽ ബേർഡ്സ് അട്രാക്റ്റഡ് ആകും. പഫർ ഫിഷ് എന്ന ബോൾ പോലെ ഇരിക്കുന്ന ഭംഗിയുള്ള ഒരു മീനുണ്ട്. അതാണെങ്കിലോ കടലിന്റെ അടിത്തട്ടില് നല്ല ഭംഗിയിൽ സാൻഡ് ആർട്ട് ചെയ്യും. അങ്ങനെ ഏറ്റവും ഭംഗിയുള്ള സാൻഡ് ആർട്ട് ചെയ്യുന്ന മെയിൽസിലേക്കാണ് ഫീമെയിൽസ് അട്രാക്റ്റഡ് ആകുന്നതും ഫീമെയിൽസ് മുട്ടയിടുന്നതും എല്ലാം ആ ഒരു സ്ഥലത്ത് തന്നെയാണ്. നമുക്കിഷ്ടമുള്ള ആളുകളെ ഇഷ്ടപ്പെടുത്താനായിട്ട് നമ്മൾ മാത്രമല്ല ഭൂമിയിലെ മറ്റ് ജീവനുകളും കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് സത്യം.